ആത്മീയതയെ പലപ്പോഴും നമ്മൾ ഭാരമുള്ളതാക്കി മാറ്റുന്നു. അവിടെ നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങൾ ഉണ്ട്. ഇത് ചെയ്യണം, ഇത് ചെയ്യണ്ട എന്ന് ഉണ്ട്. അടുക്കും ചിട്ടയും വേണം, അച്ചടക്കം വേണം ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. പക്ഷേ അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നത് ആയിരിക്കരുത്, നമ്മളെ വേദനിപ്പിക്കുന്നത് ആയിരിക്കരുത്. ആത്മീയത ഒരു പൂ പോലെ പൂവിനേക്കാളും സൗമ്യമാണ്. അതിന് ആകാശത്തെക്കാളും വിശാലതയുണ്ട്. അതിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ശാന്തത സമുദ്രത്തിൻ്റെ ആഴത്തിനേക്കാളും ആഴമുണ്ട്. സൗമ്യതയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗമ്യത ഒന്നിനെയും എതിർക്കില്ല. ഒരൊഴുകുന്ന ജലം അത് സൗമ്യമായി ഒഴുകുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ എതിർക്കുന്നില്ല, അതിനെ തകർക്കുന്നില്ല. സൗമ്യമായി വഴിമാറി ഒഴുകുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒരാകാശം എല്ലാവരെയും ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഈ ആകാശത്തിൻ്റെ മനസ്സുണ്ടാവുകയാണെങ്കിൽ ആ വിശാലതയിലാണ് ജീവിക്കുന്നത്. സമുദ്രത്തിൻ്റെ ആഴം നമുക്ക് അളക്കാൻ കഴിയില്ല. ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ശാന്തതയുടെ ആഴമാണ്. അങ്ങനെയുള്ള മഹാത്മാക്കൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള മഹാത്മാക്കൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവർ ചിരിച്ചും പാടിയും ഒന്നിനോടും ഒട്ടലില്ലാതെ മനോഹരമായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും അവർ പൂർണ്ണമായ ജാഗരൂകതയോടെയായിരുന്നു ചെയ്തിരുന്നത്. ആത്മീയ പാതയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആഴത്തിലുള്ള ആ ഒരു ശാന്തത അനുഭവിക്കണമെങ്കിൽ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടേണ്ട. നമ്മൾ നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർന്ന് ഇരിക്കുകയാണ് വേണ്ടത്. ജീവിതത്തോടൊപ്പം ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതം നമുക്കായി നൽകുന്ന എല്ലാത്തിനെയും അതേപോലെ സ്വീകരിക്കുക. ഒരാൾ ഈ നിമിഷത്തിൽ പൂർണ്ണമായും ജീവിക്കുകയാണെങ്കിൽ അയാൾ ജീവിതം നൽകുന്ന എല്ലാത്തിനെയും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കരിയില പോലെ ആവുക. കാറ്റ് നമ്മളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള ഒരറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒന്നിനോടും ഒട്ടലില്ലാതെയുള്ള ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ച് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും. ജീവിതം നമുക്ക് നൽകുന്നത് അവസരമാണ്. ശരിക്കും ആ അവസരം ശരിയായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ അറിയണം. അതായത് നമ്മൾ ഏതൊരു പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തി ജാഗരൂകതയോടെ ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ധ്യാനമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ജാഗരൂകതയുണ്ടെങ്കിൽ സംസാരം ധ്യാനമാണ്. അതേപോലെ നമ്മൾ ചിരിക്കുന്നത് ജാഗരൂകതയോടെയാണെങ്കിൽ ചിരി ധ്യാനമാണ്. ശ്രദ്ധാപൂർവമുള്ള നമ്മുടെ നടത്തം, നമ്മുടെ ഇരിപ്പ് എല്ലാം
ഈ ശ്രദ്ധ അതിൻ്റെ ആഴത്തിൽ ഉണ്ടാകുമ്പോൾ അതെല്ലാം ധ്യാനമാണ്. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം സ്വാഭാവികമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ സ്വാഭാവികത നഷ്ടപ്പെടുമ്പോൾ നമ്മൾ നമുക്ക് മുന്നിൽ അഭിനയിക്കും. നമുക്കൊപ്പമുള്ള ആളുകൾക്ക് മുന്നിലും നമ്മൾ അഭിനയിക്കും. ഇത് നമ്മളിൽ ഉണ്ടാകുന്നത് അഹങ്കാരം അല്പം ഉള്ളതുകൊണ്ടാണ്. ജീവിതത്തിൽ നിന്ന് നമ്മൾ വേർവിട്ട് നിൽക്കണ്ട. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ വേർപെടുത്തി കഴിഞ്ഞാൽ ഒരു പൂവിൻ്റെ മനോഹരിതയും അതിൻ്റെ സൗമ്യതയും സുഗന്ധവും അനുഭവിച്ചിരിക്കുന്നത് പോലെ ജീവിതം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതം അത്ര ആഴത്തിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൻ്റെ മനോഹരിതയും അതിൻ്റെ സുഗന്ധവും നമുക്ക് അനുഭവിക്കാൻ കഴിയുക.